CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്തുള്ള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പന്നി വളർത്തൽ കേന്ദ്രത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗം മനുഷ്യരിലേക്ക് പകരില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ അജൈവ മാലിന്യ ശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പുതിയ വാഹനങ്ങളെത്തി. സമസ്ത ജില്ലാ മദ്റസുൽ കോൺഫറൻസ് ബുധനാഴ്ച പന്നിത്തടത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാവർട്ടി സെന്റർ വികസനത്തിന്റെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള സർവേ നടപടികൾക്ക് തുടക്കമായി. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആവശ്യമായ സ്ഥലപരിശോധനയും അളവെടുപ്പ് നടപടികളുമാണ് ആരംഭിച്ചത്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ പൗരോഹിത്യ രജത ജൂബിലിയും ദേവാലയം പുതുക്കിപ്പണിതതിന്റെ രജത ജൂബിലിയും ഇടവക ദിനവും ആഘോഷിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്ഥാപക ഡയറക്ടറും സാമൂഹിക സാംസ്കാരിക പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളുടെ രചയിതാവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനം നടന്നു. തൃത്താല വിദ്യാഭ്യാസ ഉപജില്ലാ ഗെയിംസിൽ ഫുട്ബോൾ മത്സരത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കി. ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞവും പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനു സ്വീകരണവും ആഗസ്റ്റ് 15-16 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SNDP യുഗം കുന്നംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ നഗരസഭാ ടൗൺഹാളിലാണ് ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞവും വെള്ളാപ്പള്ളി നടേശനുള്ള സ്വീകരണവും നടക്കുക. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ബാലസഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നോ വെഹിക്കിൾ ഡേ ചലഞ്ച് സംഘടിപ്പിച്ചു. സമസ്ത ജില്ലാതല മദ്റസുൽ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം കുന്നംകുളം താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സന്ദേശ പ്രചരണ ജാഥയുടെ മുന്നോടിയായി നടക്കുന്ന പതാക കൈമാറ്റവും മഖ്ബറ സിയാറത്തും നടന്നു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിലെ 1984-85 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടി സ്നേഹസംഗമം നടത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ കീഴിലുള്ള ചാട്ടുകുളം കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടിയേറി. യുദ്ധമല്ല സമാധാനമാണ് മനുഷ്യരാശിയുടെ പ്രതീക്ഷ എന്ന സന്ദേശമുയർത്തി ചാവക്കാട് കോട്ടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാധാന ചങ്ങല തീർത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 64ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇല്ലനിറയും ആനയൂട്ടും നടന്നു. ഉത്സവാഘോഷങ്ങളുടെ നടത്തിപ്പിനാവശ്യമായ ആനകളുടെ ക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നിയമ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖലാ സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നേതൃത്വത്തിൽ കുന്നംകുളത്ത് മാർ യോഹന്ന ചാരിറ്റബിൾ സൊസൈറ്റി കരുണാലയത്തിൽ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബാലസംഘം കണ്ടാണശ്ശേരി മേഖലാ സമ്മേളനം എക്സൽസിയർ LP സ്കൂളിൽ ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം TN ഹിഷാം ഉദ്ഘാടനം ചെയ്തു. പുന്നൂർക്കുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും അണ്ടത്തോട് ഇന്ദിരാഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനയും ആയുർവേദ പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ശിവഭദ്ര പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. MJSSA കുന്നംകുളം മേഖലാ കലോത്സവം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സമാപിച്ചു. പഴഞ്ഞി അയനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപക ദിനം ആചരിച്ചു. കർക്കിടക വാവു ബലിതർപ്പണത്തിനായി കരിക്കാട് കാരുകുളം ശ്രീ മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിന് ഒരുക്കങ്ങളായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.